പറയുന്നതിലെ വ്യക്തത, പറയുന്നതിലെ സത്യസന്ധത എന്നതാണ് ആ നേതാവിനെ വ്യത്യസ്തനാക്കുന്നത്. ഇനി മറിച്ചാകുന്നെങ്കിൽ അദ്ദേഹം ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ മറിച്ചാവുന്നെങ്കിൽ അത് വ്യക്തമാകുന്നേ താൻ അധികാരം ആഗ്രഹിക്കുന്ന ഒരു നേതാവാണെന്നും ആ അധികാരത്തിലെത്തിയാൽ തനിക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് നല്ല വ്യക്തതയുണ്ട് എന്ന് പറഞ്ഞൊരു നേതാവാണ്. അങ്ങനെയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. താൻ MLA ആയി അധികാരം ഏറ്റെടുത്തപ്പോൾ MLA ആയി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വ്യക്തതയുണ്ടായെന്ന് പറയുന്നു. മന്ത്രിയാകാൻ ആഗ്രഹിച്ചു. ആ ആഗ്രഹം നടപ്പാകാതെ പോയതെങ്ങനെയാണെന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇനി മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഓരോ വകുപ്പുകളിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, കഴിഞ്ഞ 10 വർഷത്തെ കാര്യങ്ങളിൽ നിന്നും എന്തൊക്കെ വ്യത്യസ്തമായി ചെയ്യണമെന്നതിനെക്കുറിച്ച് വ്യക്തതയുണ്ട്. ആ വ്യക്തത പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വോട്ട് തേടിയെന്നേ. അതുകൊണ്ടാണ് ഈ വലിയ രീതിയിലുള്ള ജനപിന്തുണ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറയുന്ന ജെൻസി വിഭാഗത്തിൽ നിന്നുകൂടി ആ പിന്തുണ ലഭിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സാമുദായിക നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ, അതിനോട് ശക്തമായി പ്രതികരിച്ച നിലപാട്, അതൊക്കെ തന്നെയും പ്രധാനമാണ്. ഇന്ന് നോക്കൂ, ഇന്ന് പ്രതികരണം വന്നിരിക്കുന്ന ആരുടെയാണ്? സുകുമാരൻ നായരുടെ. സുകുമാരൻ നായർ ഇപ്പോൾ ആധികാരികമായി പറയുകയാണ് ഘടകകക്ഷികൾ ആണ് ഈ കാര്യങ്ങൾ വഹിപ്പിക്കുന്നത്. അത് പറയാൻ സുകുമാരൻ നായർ ആരാണ്? സുകുമാരൻ നായർ അത് പറയുമ്പോൾ ഘടകകക്ഷികളുടെ അവകാശത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ സമുദായ നേതാവ് തന്നെ ഇവിടെ ഈ താക്കോൽ സ്ഥാനത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ സമുദായ നേതാക്കൾക്ക് സമ്മർദ്ദം ചെലുത്താം, മുസ്ലിം ലീഗിന് സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല, ഘടകകക്ഷികൾക്ക് സമ്മർദ്ദം ചെലുത്താൻ പറ്റില്ല എന്നെങ്ങനെയാണ് പുറത്തുനിന്ന് ഇങ്ങനെ ഒരാൾ പറയുക? മാത്രമല്ല ഈ സമുദായ നേതാവ് തന്നെ കഴിഞ്ഞ സർക്കാരിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയാണെന്നേ. ഇപ്പോൾ അടുത്ത സർക്കാർ വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ അന്നത്തെ പ്രതിപക്ഷം ജയിക്കുമ്പോൾ എന്ത് അവകാശവാദവുമായിട്ടാണ് വരുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. ഇത് മതനിരപേക്ഷമായി ജനം പിന്തുണയ്ക്കുകയും ജനം വോട്ട് ചെയ്യുകയും ചെയ്ത ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പാണെന്നേ. മറ്റു തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പാണ്. ആ നിലയ്ക്കാണ് തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമാകുന്നത്. ആ നിലയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനത്തിന്റെ പ്രതീക്ഷ വ്യത്യസ്തമാകുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തീരുമാനം ഉണ്ടാകുമോ എങ്കിൽ മടുപ്പിക്കുന്ന വൈകലോ എന്നല്ല, മടുപ്പിക്കുന്ന തീരുമാനം എന്നതിലേക്ക് എത്തുമോ എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. എനിക്കറിയില്ല നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇതിൽ ഒരു 10 തവണയെങ്കിലും ഞാൻ ഈ സ്ഥാനത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ ആൾ കൂടി ഈ റേസിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇല്ല എന്ന് 10 തവണ മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു നേതാവാണ് ഇതിൽ മത്സരത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന KC വേണുഗോപാലിന്റെ പേര് അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. രമേശ് ചെന്നിത്തലയും VD സതീശനും മത്സരിക്കുമ്പോൾ അങ്ങനെയെങ്കിൽ മത്സര രംഗത്തേക്ക് വരണമായിരുന്നു. പലതവണ പറഞ്ഞായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഏതായാലും ഈ 3 പേരിൽ ആരെ തീരുമാനിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും ഹൈക്കമാൻഡ് തീരുമാനത്തിന്റെ പക്വത. ഇത്രയും വൈകിച്ചു, നാളത്തെ തീരുമാനം നല്ല തീരുമാനമാകട്ടെ.